സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ മാധുര്യം നാം ഉൾക്കൊള്ളുമ്പോൾ അത് ആസ്വദിച്ചറിയുന്നതിന് മുമ്പായി സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ കഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ചും ഉള്ള ഒരു ചരിത്രം കൂടി അറിയേണ്ടത് ആവശ്യമാണ്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനലിൽ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആവശ്യമായ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ തരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അഥവാ INCയുടെ സ്ഥാപകൻ ആര്? ആൻസർ A.O. ഹ്യൂം എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂം. 2. INC രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? INC എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചുരുക്കം. INC രൂപം കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ. 3. INC രൂപീകരണ സമ്മേളനം നടന്നത് എവിടെ? ബോംബെയിലായിരുന്നു INC രൂപീകരണ സമ്മേളനം നടന്നത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് PSCക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി വേണം ഈ ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കാൻ. INC രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി G.K. പിള്ള ആണ്. G.K. പിള്ള. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി. 5. 1883 ദാദാഭായ് നവറോജി ആരംഭിച്ച പത്രം, ആ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരാണ് ആരംഭിച്ചത്? ദാദാഭായ് നവറോജി. എന്നാണ് എന്ന് ചോദിച്ചാൽ 1883. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 5 ചോദ്യമാണിത്. ഈ 5 ചോദ്യങ്ങളും എല്ലാവരും വായിക്കുകയും ഉടൻ തന്നെ പഠിക്കുകയും ചെയ്യുക. മറ്റ് ചില മേഖലയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.